ഫെബ്രുവരി 24-ാം തീയതി നടന്ന കേരള ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ആൻസർ കീയാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ PSC പരീക്ഷകളുടെ തനിയാവർത്തനം തന്നെയായിരുന്നു ചോദ്യങ്ങളൊക്കെയും, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കീയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ദ ഫ്രേസ് ടു സ്മെൽ എ റാറ്റ് മീൻസ്? അതായത് ടു സ്മെൽ എ റാറ്റ് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് എ ഡെഡ് റാറ്റ് ഇൻ ദ റൂം, ദ സ്പീക്കർ ഈസ് എ ക്യാറ്റ്, ടു സസ്പെക്ട് സംതിങ്, എ റാറ്റ് ഈസ് മൂവിങ് സസ്പീഷ്യസ്ലി. അപ്പോൾ ഇവിടെ എന്താണ് ടു സ്മെൽ എ റാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സി ആണ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എന്താണ് ടു സസ്പെക്ട് സംതിങ്. അപ്പോൾ ഇവിടെ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി ബിലീവ് ഹിസ് എക്സ്പ്ലനേഷൻ ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് ക്രെഡിബിൾ ആണോ, ക്രെഡിറ്റബിൾ ആണോ, ഇൻക്രെഡിബിൾ ആണോ, ക്രെഡിബിലിറ്റി ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ അർത്ഥം അറിഞ്ഞിരിക്കണം. അതിനേക്കാൾ ഉപരി ഇവിടെ ഏത് ഫോമാണ് വരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം വരേണ്ടത് അഡ്ജക്റ്റീവ് ഫോം ആയിരിക്കണം. ഓക്കെ, ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട്സ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് അഡ്ജക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവ് ഫോമുള്ളത് ഏതൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കുമ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് നൗൺ ഫോമായി കിടക്കുന്നത്. ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഫോം നൗൺ ഫോമായി കിടക്കും. ബാക്കിയെല്ലാം അഡ്ജക്റ്റീവ് ഫോമുകളാണ്. ക്രെഡിബിളും ക്രെഡിറ്റബിളും ഇൻക്രെഡിബിളും എന്താണ് അഡ്ജക്റ്റീവ് ഫോമാണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്രെഡിബിൾ എന്ന് ചേർത്ത് എന്താ കൺവിൻസിങ് എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിപ്പിക്കുന്നത്, വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ വിശ്വാസമുള്ളതാണ് ക്രെഡിബിൾ, വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനി ക്രെഡിറ്റബിളിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്, വിശ്വസിക്കാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളുടെ വിശ്വാസ്യത എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും നമ്മളിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസ്യത കാണിക്കുന്ന തരത്തിൽ പറയണമെങ്കിൽ നമ്മളവിടെ ക്രെഡിബിളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ക്രെഡിറ്റബിൾ എന്ന് പറയുന്നത് നമ്മളുടെ എഫർട്ടുമായി ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ എഫർട്ടിലുള്ള നമ്മുടെ എക്സ്പീരിയൻസിലുള്ള ആ ഒരു വിശ്വാസ്യത നമ്മൾ ക്രെഡിറ്റബിൾ എന്ന് പറയുന്നത്. ഇനി ഇൻക്രെഡിബിൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിശ്വസനീയം എന്നർത്ഥത്തില്ല, വിശ്വസിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ വിശ്വസനീയം ആണെന്നർത്ഥത്തില്ല പറയുന്നത്. അതുമല്ല, ഇവിടെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനെയാണ്, അദ്ദേഹത്തിൻ്റെ എഫർട്ടിനെയല്ല, എക്സ്പ്ലനേഷൻ വിശദീകരണത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്രെഡിബിൾ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? എ ആണ്. ക്രെഡിബിൾ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗാഗിൾ ഓഫ് ചീസ്, ഹെഡ് ഓഫ് കാറ്റിൽ, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആൻഡ് സ്കൂൾ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഗാഗിൾ ഓഫ് ചീസ് എന്ന് പറയുമ്പോൾ ചീസുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് നൗൺ, മറ്റൊരു ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറയുമ്പോൾ കാറ്റിലുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് നൗൺ, ദെൻ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയുമ്പോൾ ഷീപ്പുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് നൗൺ ഫ്ലോക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന കളക്റ്റീവ് നൗണാണ്? ഫ്ലോക്സ് ആണോ, ചിൽഡ്രൻ ആണോ, സ്റ്റുഡൻസ് ആണോ, ഫിഷ് ആണോ? മനസ്സിലാക്കേണ്ടത് ഫിഷാണ് ശരിയായിട്ടുള്ള ആൻസർ. നമ്മൾ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഫിഷാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നോക്കുക. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ്. വിൽ പാസ് ആണോ, വുഡ് ഹാവ് പാസ്ഡ് ആണോ, ക്യാൻ പാസ് ആണോ, വുഡ് പാസ് ആണോ? ഇത് വളരെ സിമ്പിളാണ്. കാരണം ഹാഡ് സ്റ്റഡീഡ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. യു വുഡ് ഹാവ് പാസ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ റൂം ഓർ എ ബിൽഡിംഗ് വേർ എ പേഴ്സൺ സ്റ്റേസ് ഈസ് ഹിസ്. അതായത്
ഒരു റൂമോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ, ഒരു വ്യക്തി താമസിക്കുന്ന ഒരു റൂമോ ഒരു കെട്ടിടമോ, അതിനെ അദ്ദേഹത്തിൻ്റെ എന്ത് എന്ന് വിളിക്കുന്ന ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അക്കോമഡേഷനാണ് പറയേണ്ടത്, കറക്റ്റ് അക്കോമഡേഷനാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറക്റ്റ് അക്കോമഡേഷൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? 2 സിയും വേണം, 2 എമ്മും വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അത് ACCOMMODATION അക്കോമഡേഷൻ. അപ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഇവിടെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഓവർ ആയിരിക്കുമോ, ടു ആയിരിക്കുമോ, ദാൻ ആയിരിക്കുമോ, ഓഫ് ആയിരിക്കും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിഫർ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ടു ആയിരിക്കണം. അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ ആൻസറായി വരിക. അപ്പോൾ ടു ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇവിടെ ആൻസർ പറയുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. നോക്കുക, അടുത്ത ചോദ്യം ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രാജു ഡാഷ് ഇൻ മുംബൈ സിൻസ് 1999. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിൻസ് എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷനിൽ എന്താ വന്നിട്ടുണ്ട്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നിട്ടില്ല, പകരം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വന്നിട്ടുണ്ട്. ഏതാണ്? ഹാസ് ബീൻ ലിവിങ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ രാജു ഹാസ് ബീൻ ലിവിങ് ഇൻ മുംബൈ സിൻസ് 1999 എന്നായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഇവിടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നോക്കുക, ഐ ഹാവ് ആൻ അലർജി പ്രോബ്ലം. ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് മീ നോട്ട് ടു ഈറ്റ് എനി ഡാഷ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്, ഡോക്ടർ അതുകൊണ്ട് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് പാലുൽപ്പന്നങ്ങൾ കഴിക്കരുത് എന്ന്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ എന്ന് പറയണമെങ്കിൽ ഇവിടെ ഏത് വരണം? ഇവിടെ 2 എയും ബിയുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. DIARY ഡയറി ആണോ അതോ DAIRY ഡയറി ആണോ? നമ്മൾ ആദ്യത്തെ എ എന്ന് പറയുന്നത് നമ്മൾ സാധാ ഡയറി എന്ന് പറയുമല്ലോ, നമ്മളെ എഴുത്ത് കുത്തുകൾ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ എഴുതി വെക്കുന്നത്, അതാണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ പക്ഷേ പാലുൽപ്പന്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DAIRY അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ ഡാഷ് മോഹൻലാൽ എസ്റ്റർഡേ. അപ്പോൾ ഇതും ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാണ് ടെൻസുകളെല്ലാം ചെയ്യേണ്ടത്. ഇവിടെ തന്നെ വായിക്കുമ്പോൾ തന്നെ എസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് വന്നു. അതെന്ന് പറയുന്നത് ടൈമിംഗ് വേർഡാണ്. ഏത് ടെൻസിൻ്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് മെറ്റാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ എ ടൂം ഈസ് ആൻഡ് ഡാഷ്. അത് ശവക്കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് പറയുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. എപ്പിറ്റോം ആണോ, എപ്പിസൽ ആണോ, എപ്പിലോഗ് ആണോ, എപ്പിറ്റാഫ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പിറ്റാഫ് ആണ് ഇവിടെ ആൻസറായി വരിക. ഇനി എന്താണ് എപ്പിറ്റോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തമ ഉദാഹരണം എന്നാണ് എപ്പിറ്റോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പിസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടയലേഖനം എന്നാണ്. ഇനി എപ്പിലോഗ് എന്ന് വെച്ചാൽ എന്താ? ഉപസംഹാരം. അതായത് ഒരു ബുക്കിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ എഴുതി വെക്കുന്ന അതിനെ നമ്മൾ എപ്പിലോഗ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ എപ്പിറ്റഫ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്പെൽഡ് ആയിട്ടുള്ള വാക്ക് കണ്ടെത്താനാണ്. അത് തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഒക്കേഷൻ, സെപ്പറേറ്റ്, റിസീവ്, സുപ്ര. നമ്മൾ നോക്കുമ്പോൾ ബിയും സിയും ഡിയും കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഒക്കേഷനാണ്. ഒക്കേഷൻ്റെ സ്പെല്ലിംഗ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? 2 സിയും വേണം, 1 എസ്സും മതി. അപ്പോൾ 2 സിയും 1 എസ്സുമാണ് ഒക്കേഷൻ. അതായത് OCCASION എന്നാണ് ഒക്കേഷൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. മനസ്സിലാക്കേണ്ട കാര്യം ലെറ്റസിൽ അല്ലെങ്കിൽ ലെറ്റ്സിൽ തുടങ്ങുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഷാൾ വി. അപ്പോൾ ഷാൾ വി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ദ എക്സാമിനേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൺ ഓഫ് ദ അല്ലെങ്കിൽ ആ തരത്തിൽ വരികയാണെങ്കിൽ വൺ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ നമ്മൾ എഗ്രി ചെയ്യേണ്ട സബ്ജക്റ്റായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ
സ്റ്റുഡൻസ് എന്ന് വന്നാലും ഓഫിന് മുമ്പ് വന്നിരിക്കുന്നത് വൺ എന്നാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് സിംഗുലറാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഹാസ് പാസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആസ് പബ്ലിക് ഈസ് ടു പ്രൈവറ്റ്, ഫോറിൻ ഈസ് ടു ഡാഷ്. അപ്പം പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം. എന്താണ് പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ടുള്ളത്, പ്രൈവറ്റ് എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ളത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൈവറ്റ്. അപ്പോൾ ഇവിടെ ഫോറിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഫോറിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പോൾ ഫോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശം. ഇപ്പോൾ തദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ തദ്ദേശമായിട്ടുള്ളത് അർത്ഥം ഏതാണ്? സി ആണ്. അത് ഇൻഡിജീനിയസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പം തദ്ദേശം എന്ന് പറയുമ്പോൾ ഇൻഡിജീനിയസ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തെറ്റായിട്ടുള്ള സെൻറ്റൻസ് കണ്ടെത്താനാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വായിക്കുമ്പോൾ തന്നെ അവിടെ തെറ്റുണ്ട്. എന്താണ്? ഫർണിച്ചേഴ്സ് എന്നുള്ളത്. നമ്മൾ ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല, ഫർണിച്ചറിനെ പറയാവൂ. അപ്പം എ ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ഈ ചാനലിൽ ചെയ്ത ക്ലാസ്സുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഏബിളാക്കി വെക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മാർച്ച് തന്നെ നമ്മൾ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ് എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ സമയവും രീതിയും ടൈം ടേബിളും ഒക്കെ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.